യേശു തമ്പുരാൻ അങ്ങനെ പോകുമ്പോൾ മാതൃഗർഭം മുതലേ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ശിഷ്യന്മാർ യേശു തമ്പുരാനോട്, ഗുരോ, ഇവൻ കുരുടനായി ജനിപ്പാൻ തക്കവിധം പാപം ചെയ്തതാര്, ഇവനോ ഇവന്റെ മാതാപിതാക്കളോ എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട്, ഇവനും ഇവന്റെ മാതാപിതാക്കളും പാപം ചെയ്തിട്ടില്ല, ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രത്യക്ഷപ്പെടുവാനായിട്ടത്രേ. പകലുള്ളപ്പോൾ തന്നെ എന്നെ അയച്ചവന്റെ കർമ്മങ്ങൾ ഞാൻ പ്രവർത്തിക്കേണ്ടതാകുന്നു. ഒരുവനും പ്രവൃത്തി ചെയ്യുവാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ലോകത്തിന് പ്രകാശമാകുന്നു എന്ന് പറഞ്ഞു. അവൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നിലത്ത് തുപ്പി ആ തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ച് ആ കുരുടന്റെ കണ്ണുകളിൽ തേച്ചിട്ട് അവനോട്, നീ പോയി ശിലോഹാ കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അവൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ച് തിരിച്ചു വന്നു. അവന്റെ അയൽക്കാരും അവനെ മുമ്പ് ഭിക്ഷക്കാരനായി കണ്ടിട്ടുള്ളവരും, ഇവനല്ലയോ ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്ന് പറഞ്ഞു. ചിലർ അവൻ തന്നെയാകുന്നുവെന്നും മറ്റു ചിലർ അവനല്ല, അവനെ പോലെയുള്ളവനായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവൻ ഞാൻ തന്നെയാകുന്നു എന്ന് ഏറ്റു പറഞ്ഞു. അവർ, നിന്റെ കണ്ണുകൾ തെളിഞ്ഞതെങ്ങനെ എന്ന് ചോദിച്ചു. അവൻ അവരോട്, യേശു എന്ന പേരുള്ള ഒരുവൻ മണ്ണ് കുഴച്ച് എന്റെ കണ്ണുകളിൽ തേച്ചിട്ട്, നീ പോയി ശീലുഹായിൽ വെള്ളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി എനിക്ക് കാഴ്ച ഉണ്ടാവുകയും ചെയ്തു എന്ന് ഉത്തരം പറഞ്ഞു. അവരവനോട്, അവൻ എവിടെ എന്ന് ചോദിച്ചതിന് അവൻ അവരോട്, എനിക്ക് അറിവില്ല എന്ന് പറഞ്ഞു. മുൻപ് കുരുടനായിരുന്ന ഇവനെ അവർ പരീശന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നു. യേശു മണ്ണ് കുഴച്ച് അവന്റെ കണ്ണുകളെ തെളിയിച്ചത് ശാബത്തിൽ ആയിരുന്നു. അപ്പോൾ പരീശന്മാർ അവനോട്, നിനക്ക് ഇങ്ങനെ കാഴ്ച ഉണ്ടായെന്ന് ചോദിച്ചു. അവൻ അവരോട്, അവൻ എൻ്റെ കണ്ണുകളിൽ മണ്ണ് കുഴച്ച് തേച്ച് ഞാൻ കഴുകി എനിക്ക് കാഴ്ചയുണ്ടായെന്ന് പറഞ്ഞു. പരീശന്മാരിൽ ചിലർ, ആ മനുഷ്യൻ ശാപത്തിനെ ആദരിക്കാത്തത് കൊണ്ട് ദൈവസംബന്ധിയല്ല എന്ന് പറഞ്ഞു. മറ്റു ചിലർ, പാപിയായ മനുഷ്യൻ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാൻ എങ്ങനെ കഴിയുമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവരുടെ ഇടയിൽ ഒരു ഭിന്നതയുണ്ടായി. അവർ പിന്നെയും ആ കുരുടനോട്, നിന്റെ കണ്ണുകൾ തെളിയിച്ചവനെ കുറിച്ച് നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, അവനൊരു ദീർഘദർശിയാണെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹൂദന്മാരിൽ കാഴ്ച പ്രാപിച്ചവനെ കുറിച്ച് അവന്റെ മാതാപിതാക്കന്മാരെ വിളിച്ച് ചോദിക്കുവോളം അവൻ കുരുടനായിരുന്നിട്ടും കാഴ്ച പ്രാപിച്ചത് ആണെന്ന് വിശ്വസിച്ചില്ല. കുരുടനായി ജനിച്ചവന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ പുത്രൻ ഇവൻ തന്നെയോ? ഇപ്പോൾ ഇവൻ കാഴ്ച പ്രാപിച്ചതെങ്ങനെ എന്നവർ ചോദിച്ചതിന് അവന്റെ മാതാപിതാക്കന്മാർ, ഇവൻ ഞങ്ങളുടെ പുത്രൻ ആണെന്നും ഇവൻ കുരുടനായി ജനിച്ചുവെന്നും ഞങ്ങൾക്കറിയാം. എന്നാൽ ഇപ്പോൾ ഇവന് കാഴ്ച പ്രാപിച്ചത് എങ്ങനെയാണെന്നോ ഇവന്റെ കണ്ണുകളെ തെളിയിച്ചത് ആരെന്നോ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അവന് പ്രായമായിട്ടുണ്ടല്ലോ, അവനോട് ചോദിപ്പീൻ, അവന്റെ കാര്യം അവൻ തന്നെ പറയട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ മശിഹായാകുന്നു എന്നാരെങ്കിലും സമ്മതിച്ചു പറഞ്ഞാൽ ആയവനെ സംഘത്തിൽ നിന്ന് പുറത്തു തള്ളുമെന്ന് യഹൂദന്മാർ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നതിനാൽ അവന്റെ മാതാക്കന്മാർ യഹൂദന്മാരെ ഭയന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് അവന് പ്രായമായിട്ടുണ്ടല്ലോ, അവനോട് ചോദിപ്പീനെന്ന് അവന്റെ മാതാപിതാക്കന്മാർ പറഞ്ഞത്. കുരുടനായിരുന്ന മനുഷ്യനെ രണ്ടാമതും വിളിച്ചിട്ട് അവർ, നീ ദൈവത്തെ സ്തോത്രം ചെയ്യുക, ആ മനുഷ്യൻ പാപിയാണെന്ന് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. അവൻ അവരോട്, അവൻ പാപിയാണോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ ഇതാ കാഴ്ച പ്രാപിച്ചും ഇരിക്കുന്നു എന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞു. അവർ പിന്നെയും അവനോട്, അവൻ നിനക്ക് എന്ത് ചെയ്തു, നിന്റെ കണ്ണുകളെ ഇങ്ങനെ തെളിയിച്ചത് എന്ന് ചോദിച്ചു. അവൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, നിങ്ങൾ കേട്ടില്ലയോ? ഇനി എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു? നിങ്ങളും അവന് ശിഷ്യന്മാരായി തീരുവാൻ ആഗ്രഹിക്കുന്നുവോ? അവരോ ശകാരിച്ചുകൊണ്ട് അവനോട്,
നീയാണ് അവന്റെ ശിഷ്യൻ. ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാകുന്നു. മോശയോട് ദൈവം സംസാരിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ഇവൻ എവിടെ നിന്ന് വന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ അവരോട്, അവൻ എവിടെ നിന്ന് വന്നുവെന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്റെ കണ്ണുകളെ അവൻ തെളിയിക്കുകയും ചെയ്തു. ഇത് ആശ്ചര്യം തന്നെ. ദൈവം പാപികളുടെ വിളി ചെവി കൈക്കൊള്ളുകയില്ല. അവനെ ആശ്രയിക്കുകയും അവന്റെ ഇഷ്ടം ആചരിക്കുകയും ചെയ്യുന്നവനെ എല്ലാം ചെവി കൈക്കൊള്ളുന്നതും നമുക്കറിയാം. കുരുടനായി ജനിച്ചവന്റെ കണ്ണുകൾ ആര് തെളിയിച്ചതായി ഒരിക്കലും കേട്ടിട്ടില്ല. ദൈവസംബന്ധിയായില്ലായിരുന്നെങ്കിൽ ഇത് ചെയ്യുവാൻ അവന് കഴിയുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവർ, നീ സർവാംഗം പാപവിഷ്ടനായി ജനിച്ചിരിക്കുന്നു, നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുവോ എന്ന് പറഞ്ഞിട്ട് അവനെ ബഹിഷ്കരിച്ചു. അവർ അവനെ ബഹിഷ്കരിച്ചെന്ന് കേട്ടിട്ട് യേശു തമ്പുരാൻ അവനെ കണ്ട്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. സൗഖ്യം പ്രാപിച്ചവൻ, പ്രഭു, അവൻ ആരാകുന്നു? ഞാൻ അവനിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. യേശു അവനോട്, നീ അവനെ കണ്ടുവല്ലോ, നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാകുന്നു അവൻ എന്ന് പറഞ്ഞു. അവനോ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം വീണു വന്ദിക്കുകയും അനന്തരം യേശു തമ്പുരാൻ കാഴ്ചയില്ലാത്തവർ കാഴ്ച പ്രാപിക്കുവാനും കാഴ്ചയുള്ളവർ കുരുടന്മാരാകുവാനും വേണ്ടി ഈ ലോകത്തിന് വിധി കൽപ്പിക്കുവാനായി ഞാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. കുരുടനാ കൂടെ ഉണ്ടായിരുന്ന പരീശന്മാരിൽ ചിലർ അത് കേട്ടിട്ട് അവനോട്, ഞങ്ങളും കുരുടന്മാരാകുന്നുവെന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട്, നിങ്ങൾ കുരുടന്മാരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.